ഹായ് ഫ്രണ്ട്സ്, കിസാൻ വാണിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കമ്പത്താണ്. അതായത് അടിപൊളിയായിട്ട് ഞാലിപ്പൂവൻ കൃഷി ചെയ്തിരിക്കുന്ന ഒരു തോട്ടമാണ് ഈ കാണുന്നത്. അതായത് ഏതാണ്ട് ഒരു 23 ഏക്കറോളം വരുന്ന ഒരു തോട്ടമാണ്. കംപ്ലീറ്റ് ചെയ്തേക്കണത് ഞാലിപ്പൂവൻ. കണ്ട ഞാലിപ്പൂവൻ കൃഷി കണ്ട ഇതിൻ്റെ ചുവട്ടിലൊക്കെ കണ്ട ഇതിൻ്റെ പിന്നെ അധികമായിട്ട് വന്നിരിക്കുന്ന വിത്തെല്ലാം ഇവർ ചുവട്ടിൽ നിന്ന് മുറിച്ച് അതിൻ്റെ ഇടക്കിട്ട് കൊടുത്തേക്കാണ്. അതായത് ഇത് ഇടക്കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് വളത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം കൂടുതൽ വിത്ത് വന്നു കഴിഞ്ഞാൽ കുലയുടെ വെയിറ്റ് കുറയും. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ ഇനി കുല വന്ന് ഏകദേശം വെട്ടാനാകുന്ന സമയത്ത് മാത്രമേ ഇവർ ഈ വിത്ത് കിളുക്കാൻ അനുവദിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ ഇവർ പറയുന്നത് ഏകദേശം ഒരു 17 കിലോയോളം വെയിറ്റ് ഈ കുലയ്ക്ക് കിട്ടുമെന്നുള്ളതാണ്. എല്ലാം ഒരേ മാതിരി കുലയ്ക്കുന്നതാണ്. ഇതിൻ്റെ ചുണ്ടും പ്രത്യേകം ഇവർ കൊടുക്കും. ചുണ്ട് പിന്നെ കേരളത്തിലേക്ക് തന്നെ കൊടുക്കുകയാണ്. ഇല കംപ്ലീറ്റ് വിൽക്കാനായിട്ട് പറ്റില്ല. കാരണം വെച്ചാൽ ഇല കംപ്ലീറ്റ് അങ്ങ് പൊട്ടിപ്പോകും, കാറ്റ് കൊണ്ട് അങ്ങനെ പൊട്ടി പോകും. എല്ലാം മറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഊന്നൽ വടികൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും ഈ വാഴ ഒരെണ്ണം പോലും മറിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇവർ രാസവളമാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത്. രാസവളം ഇവർ പ്രയോഗിക്കുന്നത് 18-18 ഇവർ പ്രയോഗിക്കുന്നുണ്ട്. പിന്നെ 19-19 പറയുന്നുണ്ട്. പിന്നെ അത് ഡ്രിപ്പിലൂടെയാണ് കൊടുക്കുന്നത്. കണ്ടോ ഇപ്പോൾ ഇതിൻ്റെ പൈപ്പ് കണ്ടോ? ഇതാണ് ഈ പൈപ്പ് എന്ന് പറയുന്നത്. ഇത് ഡ്രിപ്പ് ഇറിഗേഷനാണ്. ഇത് ആവശ്യമുള്ള സമയത്ത് ഇത് പിന്നെ ഈ 2-3 പോർഷനായിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. ഒരു സ്ഥലത്ത് ഇപ്പോൾ 4 ഏക്കർ സ്ഥലത്താണ് ഒന്ന് ചെയ്തേക്കുന്നത്. മൊത്തം ഏതാണ്ട് 13 ഏക്കറിലധികം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കൃഷി. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുള്ള കൃഷിയാണ്. ഈ വാഴക്കുലകളെല്ലാം തന്നെ കേരളത്തിലേക്കാണ് പോകുന്നത്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാർക്കറ്റുള്ള ഒരു പിന്നെ വാഴയാണ് ഞാലിപ്പൂവൻ. ഇതിന് പൊതുവെ ഇവിടെ കേട് കുറവാണെന്നാണ് പറയുന്നത്. ഇതൊരു അടുത്ത പോർഷനാണ്. ഇത് അടുത്ത ഭാഗമാണിത്. ഇതാണ്ട ഈ മെയിൻ പൈപ്പിലൂടെയാണ് ഈ വെള്ളം വരുന്നത്. ഈ മെയിൻ പൈപ്പ് ഇത് 2.5 പിന്നെ 3 ഇഞ്ച് പൈപ്പാണ്. ഈ 3 ഇഞ്ച് പൈപ്പ് ആണ്. ഇതാണ്ട ബ്രാഞ്ചസ് എല്ലാത്തിലും ഇങ്ങനെ പോർഷനായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുവാണ്. കേരളത്തിൽ ഇതേമാതിരി നമ്മളിപ്പോൾ ചെയ്തു വരുന്ന കേരളത്തിൽ ഇതേമാതിരി തന്നെ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് നല്ല വിജയമാണ്. ഇതേമാതിരി വിത്ത് മുറിച്ച് കളഞ്ഞത് വീണ്ടും വന്നാണ്. ഇപ്പോൾ ഇത് അടുത്തത് മുറിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അത് മുറിക്കും ഉടനെ തന്നെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കൃഷി. നല്ല ആദായകരമായ ഒരു ഞാലിപ്പൂവൻ തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാം ഈ സൈഡിനോട്ട് നോക്കിക്കണ്ട് കഴിഞ്ഞാൽ ഇത് ഇതാണ്. അതായത് ഈ അങ്ങേപ്പറ ചെയ്തേക്കണേക്കാളും കുറച്ച് ഒരു 2 മാസത്തിന് ശേഷം ചെയ്തതാണ് ഈ കൃഷി. വിത്ത് നട്ടത് അതിന് ശേഷമാണ്. അപ്പോൾ തെക്കേ സൈഡിനുള്ളത് കുലച്ച് എല്ലാം റെഡിയായി നിൽക്കുകയാണ്. ഇതിപ്പോൾ കുലയ്ക്കാനായിട്ട് ഭാഗമായി വരികയാണ്. ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഇത് കുലയ്ക്കുമെന്നാണ് പറയുന്നത്. നല്ല കുലയാണ്. ഇതിൽ 1-2 ഇങ്ങനെ കുലച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് കുലച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിനുള്ളതാണ് കുലയ്ക്കാത്തത്. അപ്പോൾ 2 മാസത്തെ വ്യത്യാസത്തിലാണ് വെച്ചെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും ഇത് ഇപ്പോൾ ഈ സൈഡിലുള്ളത് ഇപ്പോൾ കുലച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ വലിയ ഏരിയയിലേക്കുള്ള പൈപ്പുകൾ അവിടെ ഇതിൻ്റെ പുറത്ത് കുറച്ച്
പോർഷനായിട്ട് വിട്ടുകൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഓരോ പോർഷനായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. വളരെ വളരെ ലാഭകരമായിട്ട് ഉള്ളൊരു കൃഷിയായിട്ടാണ് നമ്മളിപ്പോൾ ഇതിനെ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവർക്ക് കുഴപ്പമില്ല. ഇതെല്ലാം ഇപ്പോൾ ഓണത്തിനോട് കിട്ടുന്ന രീതിയിലാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത്തവണ ഓണത്തിന് ഈ കുല കിട്ടില്ലെന്നാണ് പറയുന്നത്. എന്തായാലും ഓണം കഴിഞ്ഞുള്ള സീസണിൽ ഓണം കഴിഞ്ഞ് ഉള്ള വിളവെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഭാഗമായി നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.